വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പിടിവള്ളികളിലൊക്കെ പിടിച്ചു കയറി വിജയം നേടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി. സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ട വാർഡ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നവർക്ക് മിനിമം ഹാജർ നിർബന്ധം. KPCCയുടെ കർശന നിർദ്ദേശം ഇതാണ്. വാർഡ് കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞാൽ ഓരോ മാസവും 2 വാർഡ് യോഗങ്ങൾ വീതം ചേരാനും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നിശ്ചിത വാർഡ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ മാത്രം സ്ഥാനാർത്ഥി നിർണയത്തിന് പങ്കെടുക്കണം. അവർ മാത്രം തീരുമാനിച്ചാൽ മതി സ്ഥാനാർത്ഥി ആരാകണമെന്ന്. അതാണിപ്പോൾ KPCCയുടെ തീരുമാനം. ഓരോ വാർഡ് യോഗത്തിൻ്റെയും മിനിറ്റ്സ് വാർഡ് ചുമതലയുള്ള നേതാവ് ഒപ്പിട്ട് ജില്ലാതലം വരെയുള്ള കമ്മിറ്റികൾക്ക് കൈമാറണം. തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള മിഷൻ 2025 കർമ്മ പരിപാടിയുടെ ഭാഗമാണ് ഇതെല്ലാം. കോൺഗ്രസിൽ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി നിർണയം വാർഡ് കമ്മിറ്റികളിൽ നിലവിൽ നടക്കാറില്ല. സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഒരു മാനദണ്ഡമില്ല. ആർക്കും വന്നിരിക്കാം, ആർക്കും ആരുടെ പേരും പറയാം. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. അതുകൊണ്ട് നഷ്ടം അവർക്കില്ല. പക്ഷേ നഷ്ടം KPCCക്കാണ്, കോൺഗ്രസിനാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന ആ ഒരു കീഴ്വഴക്കം ഇനി വേണ്ട എന്നാണ് മിഷൻ 2025 തീരുമാനം. കെ സുധാകരനേക്കാൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇതിൽ ഏറ്റവും നിർബന്ധം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രാദേശികമായ തർക്കങ്ങൾക്ക് ഈ കെട്ടിയിറക്കൽ തർക്കത്തിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല, വിമത സ്ഥാനാർത്ഥികൾ 1 അല്ല 2 അല്ല 3 വരെ ആകുന്ന അവസ്ഥ പലയിടത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടായിരുന്ന പല പഞ്ചായത്തുകളിലും ജയിച്ചു കയറത്തിന് കാരണവും വിമതർ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ വിമതർ വേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ മിഷൻ 2025 വിമത ശല്യം ഒഴിവാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഏറ്റവും ജനാധിപത്യപരമായി സ്ഥാനാർത്ഥി നിർണയം നടത്തണം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ 2 മാസത്തിലൊരിക്കൽ ചേരുന്ന വാർഡ് കമ്മിറ്റി യോഗങ്ങളിൽ വോട്ട് ചേർക്കലുണ്ടാകും. പ്രാദേശിക സമര പരിപാടികൾ ഏറ്റെടുക്കണം. ഗൃഹസമ്പർക്കം കൃത്യമായി നടത്തണം. ഇതൊക്കെ തീരുമാനിക്കണം, വിലയിരുത്തണം. എല്ലാ നേതാക്കളും മാസത്തിലൊരിക്കൽ സ്വന്തം വാർഡിൽ പ്രവർത്തിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. വാർഡ് കമ്മിറ്റികളിൽ പങ്കെടുക്കാത്ത നേതാവിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പങ്കാളിത്തവും ഉണ്ടാകില്ല. ഇതാണ് മിഷൻ 2025. നിക്ഷിപ്ത താൽപര്യം, കെട്ടിയിറക്കൽ, സ്വജനപക്ഷപാതം, ആശ്രിത സ്ഥാനാർത്ഥി നിയമനം ഇതൊക്കെ ഒഴിവാക്കാൻ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും പുറമേ നിന്നുള്ള നേതാക്കൾക്കാണ് ഇപ്പോൾ ചുമതല. അത് ഗുണം ചെയ്യുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ഇതേ മാതൃക മണ്ഡലങ്ങളിലും വാർഡുകളിലും തുടരണമെന്നാണ് നിർദ്ദേശം. ഏകോപനം പുറത്തു നിന്നുള്ള ഒരു നേതാവിനാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് കൺവീനറായി സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കണം. പിന്നെ തെരഞ്ഞെടുപ്പിന് കൂട്ടായി നിർത്തുമെന്ന ഉദ്ദേശത്തിലാണ് ഈ കമ്മിറ്റികൾ പ്രവർത്തിക്കേണ്ടത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കരുത് എന്ന് വ്യക്തമായ ഉദ്ദേശം. ഓരോ ഘടകത്തിലെയും പ്രവർത്തനം മേൽത്തട്ടിലെ ചുമതലക്കാർക്ക് ആവശ്യമെങ്കിൽ സർപ്രൈസ് പരിശോധനയിലൂടെ വിലയിരുത്താം. അതിനുള്ള ഓപ്ഷനും മിഷൻ 2025 നൽകുന്നുണ്ട്. കമ്മിറ്റികൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ഫലം കാണണം, അത് രേഖപ്പെടുത്തി വെക്കണം, കൃത്യമായ അജണ്ട ഉണ്ടാകണം, മിനിറ്റ്സ് ഉണ്ടാകണം. വയനാട് ഉരുൾപൊട്ടൽ കാരണമുണ്ടായ ആ കാലതാമസം കൊണ്ട് പാർട്ടി ക്യാമ്പുകൾ പൂർത്തീകരിക്കാനുള്ള സമയപരിധി KPCC ഇപ്പോൾ നീട്ടി നൽകിയിട്ടുണ്ട്. നിയോജക മണ്ഡലം ക്യാമ്പുകൾ ഓഗസ്റ്റ് 31 മണ്ഡലം ക്യാമ്പുകൾ സെപ്റ്റംബർ 15 തീർത്തിരിക്കണം. വാർഡ് കമ്മിറ്റികൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കണമെന്നും KPCCയുടെ ഉഗ്ര നിർദ്ദേശമുണ്ട്. എന്തായാലും ഇത്തവണ മിഷൻ 2025 CPM-നും BJPക്കും ഒരുപോലെ വെല്ലുവിളിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇനി അറിയേണ്ടത് പാർട്ടി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൈകോർത്ത് മിഷൻ 2025 മുന്നോട്ട് നീങ്ങുമോ എന്നതാണ്.